സെപ്റ്റംബർ 6 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. സുബോധത്തിനെതിരായ ഭീഷണികളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ തലക്കെട്ടോടുകൂടി 9-ാമത്തെ പടിയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുബോധം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളെ വീണ്ടും ഒരു കുടി ഉണ്ടാകാനുള്ള സാഹചര്യം പലപ്പോഴും നമ്മൾ കുടിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവൃത്തികളൊക്കെ ആയിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഏത് തരത്തിലാണെങ്കിലും പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സുബോധം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിലനിർത്തുകയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പരിഹാരം ചെയ്തതുകൊണ്ട് നമുക്ക് സുബോധത്തെ തിളക്കമുള്ളതാക്കി നിർത്താൻ പറ്റും. വീണ്ടും ഉണ്ടാകുന്ന കുടിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയായിട്ട് മാറാറുണ്ട്. അതേസമയം ചില പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായി വരും. അപ്പോൾ മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ അതിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ വേറെ ആളുകളെയൊക്കെ ബാധിക്കുന്ന മറ്റുള്ളവരോടുള്ള പരിഗണന വളരെ പ്രധാനപ്പെട്ട ആ പ്രോഗ്രാമിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവരോടുള്ള പരിഗണനയാണ് എന്നോടുള്ള സ്നേഹം എന്നതാണ് പ്രോഗ്രാം പഠിപ്പിച്ച വലിയ സത്യം. ഞാനെന്തിനാ മറ്റുള്ളവരെ പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പരിഗണിച്ചാലാണ് എനിക്ക് എന്നെ സ്നേഹിക്കാനും എനിക്ക് നിൽക്കാനും പറ്റുമോ എന്ന തിരിച്ചറിവ് തന്നിട്ടുണ്ട്. അതല്ല, മറ്റുള്ളവരെ പരിഗണിക്കാതെ ഞാൻ ചെയ്ത പ്രവർത്തികളൊക്കെ അത് എന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാവുകയും എൻ്റെ സുബോധത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ കാര്യങ്ങളെ നമുക്ക് നേരിട്ട് വെളിപ്പെടുത്താൻ പറ്റില്ല. അവിടെയാണ് ഒരു സ്പോൺസറുടെയൊക്കെ സഹായം നമുക്ക് ആവശ്യമായി വരുന്നത്. മുന്നേ പ്രോഗ്രാം ചെയ്ത ആളുകളുടെ സഹായമൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നത് ഭാഗം അതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കൃത്യമായ രീതിയിൽ ഈ പ്രോഗ്രാം ചെയ്യാനായി പറ്റില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വിഭാഗത്തിലേക്ക് പെടുത്തും. ഇത് പരിഹാരം ചെയ്യണ്ട എന്ന രീതിയിലാണ്, ഞാൻ അങ്ങനെയാണ്, നേരിട്ടുള്ള രീതിയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾക്ക് താമസം വരുത്തുന്ന പോലെ തന്നെ നമ്മൾ ന്യായങ്ങളും നമ്മുടെ ഉള്ളിലെ മടി, ഭയം ഇതൊക്കെ നമ്മൾ ന്യായങ്ങളാക്കിയിട്ട് മാറ്റാറുണ്ട്. ഇതൊരിക്കലും അങ്ങനെയല്ല. മറിച്ച് പരിപൂർണമായിട്ട് നമ്മൾ അവരെ സമീപിക്കാൻ, നമ്മൾ ആരെയോടാണോ തെറ്റ് ചെയ്തത് ആ ദ്രോഹിച്ച ആളുകളോട് സമീപിക്കാനും ആ കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശരിയാക്കാനും മനസ്സുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ആ ഉപദ്രവിച്ച ആളുകളുടെ കുറ്റം പണ്ട് പറഞ്ഞിരുന്നു, അവർ കാരണമാണ് നമ്മൾ ഈ ഉപദ്രവം ഉണ്ടാക്കിയെന്നുള്ളത്. ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം, അതിനാണ് ആദ്യത്തെ പ്രവൃത്തി. അതുകൊണ്ടാണ് 8ഉം 9ഉം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നതിൻ്റെ കാരണം. ഞാൻ അങ്ങനെ പലപ്പോഴും ആദ്യകാലത്ത് വിചാരിച്ചു എന്തിനാ അത് സെപ്പറേറ്റ് ആയിട്ട്. പക്ഷെ അവിടെയാണ് ആദ്യം എൻ്റെ ഉള്ളിൽ ആ വിരോധം അത്ര പെട്ടെന്നൊന്നും പോകുന്നതല്ല. അത് ഒരു പ്രവൃത്തികളിലൂടെ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ കുറ്റം പറച്ചിലുകളെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ തെറ്റുകളിലേക്ക് നോക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പരിപൂർണമായിട്ട് അവരുടെ തെറ്റുകൾ പറയാതെ ആയിട്ടുണ്ട് എന്നതിനോടൊപ്പം തന്നെ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അവരുടെ കാര്യങ്ങൾ മാറ്റുകയും അതിൻ്റെ കൃത്യമായ ആ പരിഹാരം ചെയ്യാൻ മനസ്സുണ്ട്. പക്ഷെ ആ പരിഹാരം മറ്റുള്ളവരെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്നുള്ള കാര്യം വരും. പിന്നെ നമ്മുടെ സുബോധത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ, ചില ആളുകളുടെ കാര്യത്തിൽ നമ്മൾ പോയിട്ട് ആ രീതിയിൽ പെരുമാറുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും. ആ പ്രതികരണങ്ങളോട് നമ്മൾ തിരിച്ച് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കേണ്ടി വരിക എന്നും ആ പ്രതികരണം നമ്മളെ കുടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ മറ്റുള്ളവർക്ക് നമ്മൾ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉപദ്രവം വീണ്ടും നമ്മളെ ഒരു കുടിയിലേക്ക് എത്തിക്കുമെന്ന തിരിച്ചറിവ്. ഇനി കുടിക്കാതിരുന്നാൽ പോലും കുടിക്കുകയായിരുന്നു ഇതിലും നല്ലത് എന്നുള്ള അവസ്ഥ ഉണ്ടായാലും സുബോധത്തിന് ഭീഷണിയാണല്ലോ. കാരണം എന്തിനാണ് ഈ കുടിയെ മാറ്റി നിർത്തുന്നത്? വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുക എന്നാണ്. എന്തിനാണ് കുടിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പറയുന്ന സന്തോഷവും സമാധാനവും പ്രശാന്തിയും തന്നെയാണ് ആഗ്രഹിച്ചത്. എല്ലാം മറന്നൊന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കുടിച്ചത്. ഈ പറഞ്ഞ സംഗതികളൊന്നും കിട്ടിയിട്ടില്ല എന്നത് വാസ്തവമാണെങ്കിലും ഓരോ കുടിയുടെ പുറകിലും ഉണ്ടായിരുന്ന ആഗ്രഹം എന്തായിരുന്നു? എല്ലാം മറന്നൊന്ന് കിടക്കണം, എനിക്ക് എല്ലാം മറന്നൊന്ന് സന്തോഷിക്കണം, എൻ്റെ വിഷമങ്ങൾ മറക്കണം. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് കടന്നു വന്നത്. പക്ഷെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമ്മൾ നമ്മുടെ സുബോധത്തിന് ഭീഷണിയാകുന്ന ഓരോ കാര്യങ്ങളെയും കണ്ടെത്തിക്കൊണ്ട് പരിഹാരത്തെ കൃത്യമായിട്ട്, എന്തിനാണ് പരിഹാരം ചെയ്യുന്നത് എന്നുള്ള ബോധ്യം, ആ പരിഹാരം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാടുണ്ടാവുന്നു. ഒരു തരത്തിലും എൻ്റെ സുബോധത്തിന് ഭീഷണിയാവുന്ന കാര്യങ്ങളെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ടാണ്. കാരണം പൂർണ്ണമായ വെളിപ്പെടുത്തലുകൾ ആരെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്? അവർക്കോ
അവരുടെ ബന്ധുജനങ്ങൾക്കോ ഈവൻ അവരുടെ ബന്ധുജനങ്ങൾക്ക് വരെ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടാവും. അത് നന്മയേക്കാൾ ഉപദ്രവം ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഓരോ ഉപദ്രവവും എൻ്റെ സുബോധത്തിന് ഭീഷണിയാണ് എന്ന തിരിച്ചറിവ്. അപ്പോൾ മറ്റുള്ളവരോടുള്ള പരിഗണന എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ട പ്രയോജനക്ഷമതയായിട്ട് പ്രോഗ്രാം മാറുന്ന അവിടെയാണ്. അപ്പം നമ്മൾ വെറുതെ പോകുന്ന ആളുകളല്ല, അല്ലെങ്കിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്തവരല്ല, മറിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമായി നിൽക്കാം എന്ന ഓർമ്മപ്പെടുത്തൽ. ഓരോ പരിഹാരവും അത് കേവലമായ ഒരു അർത്ഥത്തിൽ നടക്കേണ്ടതല്ല എന്നും വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ സുബോധത്തിൽ നിൽക്കുക എന്നത് മറ്റുള്ളവരോടുള്ള പരിഗണന കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.